Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ഒരുപാട് കുട്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പോസ്റ്റ് കേരള PSCയുടെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ലെക്ചർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് പോളിടെക്നിക് കോളേജസിലെ ടീച്ചറായിട്ട് ലെക്ചറായിട്ടുള്ള ഒരു പോസ്റ്റാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ MCOM ഫസ്റ്റ് ക്ലാസ് ഒരു റെഗുലർ കോളേജിൽ പഠിച്ച് പാസ്സാകണം, അതായിരുന്നു ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ക്വാളിഫിക്കേഷനിൽ ചെറിയൊരു വ്യത്യാസം കൂടി വന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്കുള്ളൊരു അവസരം തന്നെയാണ്, വളരെ നല്ലൊരു സാലറി സ്കെയിലാണ്. സോ നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ ലെക്ചർ ഇൻ കൊമേഴ്സിൻ്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. ഗസറ്റ് ഡേറ്റ് 31/12/2025. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഫെബ്രുവരി 4 തീയതിയാണ്. കാറ്റഗറി നമ്പർ 707/2025 ആണ് കേട്ടോ. Applications are invited online only through one-time registration from qualified candidates for appointment in the under-mentioned post in Kerala Government Service. Before applying for the post, the candidates should register as per one-time registration through the official website of Kerala PSC. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. നെയിം ഓഫ് പോസ്റ്റ് ലെക്ചർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഗവൺമെന്റ് പോളിടെക്നിക്സ്. ഗവൺമെന്റ് പോളിടെക്നിക്സ് കോളേജസിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ 51,400 to 1,10,300. നമ്പർ ഓഫ് വേക്കൻസി 3. ഇപ്പം 3 കൂടാൻ സാധ്യതയുണ്ട്. നോട്ടിഫിക്കേഷൻ വരുമ്പോഴുള്ള ഇതാണ് കേട്ടോ 3 എന്ന് പറയുന്നത്. ഇനി മെത്തഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. ഏജ് ലിമിറ്റ് 20 to 39. കമ്മ്യൂണിറ്റി ബേസിലുള്ള റിലാക്സേഷൻ ആസ് യൂഷ്വൽ കിട്ടുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി after undergoing a regular course of study and diploma in commercial practice. അപ്പോൾ 2 കാര്യങ്ങളാണ് വേണ്ടത്. നമ്പർ 1, MCOM ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവണം ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. പിന്നെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് അതും കൂടിയും കഴിഞ്ഞിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക കേട്ടോ. ഇതല്ലാണ്ട് അഡീഷണൽ ക്വാളിഫിക്കേഷനുള്ള മാർക്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. നോൺ ക്വാളിഫൈയിങ് വെയിറ്റേജ് ഓരോന്നുണ്ട് കേട്ടോ. MPhil 2 മാർക്സ്, PhD രണ്ടും കൂടി വരുമ്പോൾ ഓരോന്നിൻ്റെയും മാർക്ക് അതൊക്കെ നമുക്ക് നോക്കാം. ദെൻ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ 4 തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ വേക്കൻസി ഇപ്പോൾ 3 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് കേട്ടോ. കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 3 ദെൻ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വളരെ നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ജോലി കരസ്ഥമാക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.